അകത്ത് കയറേണ്ടതായിരിക്കുന്ന മറഞ്ഞു നിൽക്കേണ്ടതായിരിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഉള്ളത്. അല്ലേ കമ്പടിമാരെ? ഇങ്ങനെ നിങ്ങൾ യാത്രയാക്കും, എന്തു പറഞ്ഞു യാത്രയാക്കുക? ആരാണ് ഭഗവാൻ? അറിയില്ലേ നിങ്ങൾക്ക്? പദോതിഥി മധുരകാരെ നിഷ്ഠൂരമായിരിക്കുന്ന പൂർവാവതാരത്തോട് കൂടിയിട്ട് കൃഷ്ണയെ തിരിയേന്ദ്രമുയർത്തിയ ഭഗവാൻ ദുഷ്ടനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ കൊന്നപന്നിയായിട്ട് പാരിടം കേറ്റമേൽ പൊങ്ങിച്ച ഭഗവാൻ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദന്റെ പരിരക്ഷണാർത്ഥം ഘോരനായിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ വക്ഷപ്രവേശ പ്രവാടനം വഹിച്ചിരിക്കുന്ന ഭഗവാൻ അല്ലേ? അങ്ങനെയിരിക്കുന്ന ഭഗവാനല്ലേ ഞാൻ? ഇരുണ്ട രണ്ട് മേഘങ്ങളെ തിരസ്കരിക്കുന്ന കനകകുണ്ടല കിരീടധാരിയായിട്ട് പുസ്തകത്രകമണ യുഗാംഗനായി പഞ്ചമീചന്ദ്ര ഭാരവേശ വിരാസനായിട്ട് രാഘവത്തെ മദ്രോസപരമായിരിക്കുന്ന സിന്ദൂരാസനപൂർണ്ണ നിലകളായിട്ട് യമനീ ആസന്ന പ്രാണായാമ പ്രത്യാചാര ധന്വന്തരിയിൽ പ്രധാനിയായിരിക്കുന്ന മറകൾക്ക് ആശ്രയഭൂതനായിരിക്കുന്ന വരദേവത. ആ വരദേവതയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? എന്റെ പഴക്കപ്പെട്ട കമ്പനിയുടെ കൂടെ കണ്ടു കൊതിച്ച് കരകേറിയിരിക്കുന്ന എന്റെ തറമ്പിൽ താമരം എന്നെ കമ്പനി അല്ലേ? തിരുവനന്തപുരത്തായിരിക്കുന്ന ഭൂത്തത്തിങ്കിൽ ആ ഒരു ഭഗവാനെ എന്തു പറഞ്ഞ് നിങ്ങൾ യാത്രയാക്കും? എന്തു പറഞ്ഞ് യാത്രയാക്കും കമ്പനിമാരെ? എന്റെ നാമങ്ങളെ കൊണ്ട് തന്നെയാണോ നിങ്ങൾ യാത്രയാക്കുന്നത്? അല്ലേ? എന്റെ നാമങ്ങൾ അറിയില്ലേ നിങ്ങൾക്ക്? ഗോവിന്ദകേശവ വാസുദേവ വിശ്വൈക വിശ്വമധുസൂദന വിശ്വരൂപ ശ്രീ പത്മനാഭ പുരുഷോത്തമ പുഷ്കരാക്ഷ നാരായണ അച്യുതഹരേ നരസിംഹമൂർത്തി എന്നിരിക്കുന്ന നാമം അല്ലേ? ഇതിൽ ശ്രേഷ്ഠമായിരിക്കുന്ന നാമം ഏത് തന്നെയാണ് ഗോവിന്ദ എന്നിരിക്കുന്ന നാമം അല്ലേ? പ്രപഞ്ചം മുഴുവൻ ലയിച്ചിരിക്കുന്നതായ ആ നാമത്തിൽ അല്ലേ? ഒരു ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയത് കൊണ്ട് മാത്രമല്ലല്ലോ ഗോവിന്ദ എന്നിരിക്കുന്ന നാമം കിട്ടിയത് അല്ലേ? ഗോവിന്ദ എന്ന അർത്ഥത്തിൽ തന്നെ അല്ലേ ഈ ലോകം മുഴുവൻ തന്നെ അടങ്ങിയിട്ടുണ്ട് അല്ലേ? ഈ ലോകം മുഴുവൻ എന്ന് പറയുമ്പോൾ ഈ ലോകം തന്നെ ഭഗവാൻ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ഗോവിന്ദ എന്ന നാമത്തിന് ശ്രേഷ്ഠത വന്നത് അല്ലേ പണിക്കറേ? എങ്കിലും ആ ഗോവിന്ദ നാമത്തെ ഒന്ന് ഉച്ചരിക്കാവോ നിങ്ങൾ? കേൾക്കട്ടെ ഭഗവാൻ. ഭഗവാന്റെ കർണത്തെ ഭഗവാന്റേതായിരിക്കുന്ന കണ്ണത്തെ ഒന്ന് മനോഹരമാക്കിയിട്ടുണ്ട്. പിതാവ് നടന്നിരിക്കുന്നതായ വഴിയുടെ കൂടെ തന്നെ വേണം നടത്തുവാൻ എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഭഗവാൻ ചോദിച്ചിട്ടുണ്ട്. അകമ്പടിമാരെ അനേകം ചൊല്ലിയിട്ട് കാലം നേരത്തെ പരിഹരിക്കുന്നില്ല. ഇപ്പോഴത്തെ എന്റെ ഗോവിന്ദ നാമത്തെ കൊണ്ടും അല്ലേ നിങ്ങൾക്ക് ഞാൻ